ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഹെൻറി ഫെവലിൻ്റെ പ്രിൻസിപ്പിൾസ് ആയിരുന്നു അല്ലേ. ഹെൻറി ഫെവലിനെ കുറിച്ച് അല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് FW ടൈലറിൻ്റെ പ്രിൻസിപ്പിൾസ് ആയിരുന്നു അല്ലേ. ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് ഹെൻറി ഫെവലിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ്. ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഹെൻറി ഫയോൾ എന്ന ഒരു എഞ്ചിനീയർ, അതായത് എവിടത്തെ എഞ്ചിനീയർ ആണെന്ന് അറിയാമോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് ഒന്ന് സൂചിപ്പിച്ചായിരുന്നു, ഓർമ്മ വരുന്നുണ്ടോ? ഹെൻറി ഫയോൾ എന്ന് പറയുന്നത് ഫ്രാൻസിലെ ഒരു എഞ്ചിനീയർ. അതേസമയം FW ടൈലർ എന്ന് പറയുന്നത് അമേരിക്കൻ മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന് പറയും. FW ടൈലർ എന്ന് പറയുമ്പോൾ അമേരിക്കയിലെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. അത് FW ടൈലർ. ഇത് ഹെൻറി ഫയോൾ എന്ന് പറയുന്നത് മൈനിങ് എഞ്ചിനീയർ ആയിരുന്നു അല്ലേ. അപ്പോൾ ഫ്രാൻസിലെ ഒരു മൈനിങ് എഞ്ചിനീയർ ആയിരുന്നു ആര്? ഹെൻറി ഫയോൾ. ഹെൻറി എന്ന് എഴുതുമ്പോൾ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോളാം. HENRI ആണ്. HENRI, അല്ലാതെ HENTRY എന്നൊന്നും എഴുതി കളയരുത്. പിന്നെ പേരാവുമ്പോഴേ എങ്ങനെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ HENRI, ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാം. ഹെൻറി ഫയോൾ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ് എന്ന് പറയാം. ജനറൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. Certain principles of our general management are introduced by Henry Fayol. പൊതുവായ മാനേജ്മെന്റിനെ സംബന്ധിച്ചാണ്. പൊതുവായ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മാനേജ്മെന്റ് ആകാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് ആകാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനം, ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ആകാം. എല്ലാ സ്ഥാപനങ്ങളുടെയും മാനേജ്മെന്റിനെ സംബന്ധിച്ച ചില പൊതുവായ പ്രിൻസിപ്പിൾസ്, ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ് എന്നാണ്. ഇദ്ദേഹം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ്. ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. എന്നാൽ നമ്മൾ ടൈലറിനെ കുറിച്ച് പഠിച്ചായിരുന്നു. ടൈലർ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പറയാം. അതെ, ടൈലർ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ഹെൻറി ഫയോൾ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ്. ഹി വാസ് എ ഫ്രഞ്ച് മൈനിങ് എഞ്ചിനീയർ. Next we can go to the principles of management introduced by Henry Fayol. ഇപ്പോൾ ഫയോളിന്റെ പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയാം. ഡിവിഷൻ ഓഫ് വർക്ക് ഓർ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയാം. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ തൊഴിൽ വിഭജനം എന്നാണ്. തൊഴിൽ വിഭജനം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? തൊഴിൽ വിഭജനം എന്ന് പറയുമ്പോൾ ഒരു കടുപ്പപ്പെട്ട ജോലി, ഒരു കോംപ്ലക്സ് വർക്ക്. A complex work can be divided into several divisions or several parts. Each division is handled by a trained specialist. A complex work is divided into several parts, small parts. ഒരു വലിയ ജോലി പല ഭാഗങ്ങളാക്കിയിരിക്കണം. ഇതൊരു വലിയൊരു ജോലിയാണ്, ഒരു കോംപ്ലക്സ് ടാസ്ക് ആണ്. ഈ കോംപ്ലക്സ് ടാസ്ക് പല ഡിവിഷൻസ് ആക്കിയിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ തന്നെ ആ കോംപ്ലക്സ് ടാസ്ക് എത്ര ഡിവിഷൻ ആക്കി? 1, 2, 3, 4, 5, 6 അങ്ങനെ 6 ഡിവിഷൻസ് ആക്കി അല്ലേ? 6 ഡിവിഷൻസ് ആക്കിയിരിക്കുകയാണ്.
എന്നിട്ട് ഓരോ വർക്കും ഓരോ പാർട്ടും ആരെ ഏൽപ്പിക്കും? ഈച്ച് പാർട്ട് ഈസ് ഹാൻഡിൽഡ് ബൈ എ ട്രെയിൻഡ് സ്പെഷ്യലിസ്റ്റ്. വിദഗ്ധനായ ഒരു വ്യക്തി ഓരോ ജോലിയും കൈകാര്യം ചെയ്യുന്നു. അപ്പോഴേ ഈ ജോലിയിൽ, ഒന്നാമത്തെ ജോലിയിൽ ചില സ്പെഷ്യലിസ്റ്റ് ആണ് അത് കൈകാര്യം ചെയ്യുന്നത്, ചില വിദഗ്ധരാണ് അത് കൈകാര്യം ചെയ്യുന്നത്. രണ്ടാമത്തെ ജോലി അതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആള് അത് കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ ഓരോ ജോലിയും കോംപ്ലക്സ് വർക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈച്ച് ടാസ്ക് ഈസ് പെർഫോംഡ് ബൈ എ ട്രെയിൻഡ് സ്പെഷ്യലിസ്റ്റ്. ദിസ് ഈസ് കാൾഡ് ഡിവിഷൻ ഓഫ് വർക്ക് ഓർ ഡിവിഷൻ ഓഫ് ലേബർ. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഡിവിഷൻ ഓഫ് ലേബർ. അപ്പോഴ് ഇതിനെ തൊഴിൽ വിഭജനം എന്നാണ് പറയുന്നത്. ഇതിനെ എന്തെന്ന് പറയുന്നത്? നമുക്ക് തൊഴിൽ വിഭജനം. അങ്ങനെ ഈ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്, ഡിവിഷൻ ഓഫ് വർക്ക് ഓർ ഡിവിഷൻ ഓഫ് ലേബർ ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ. ഇവിടെ ഒന്നാമത്തെ ജോലി ഇറ്റ് ഈസ് ഹാൻഡിൽഡ് ബൈ എ ട്രെയിൻഡ് സ്പെഷ്യലിസ്റ്റ് കണ്ടിന്യൂസ്ലി. ആദ്യം അയാൾ ആ ജോലി ചെയ്തു, രണ്ടാമത്തെ ദിവസവും അയാൾ അത് ചെയ്യണം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അയാൾ ആ ജോലിയിൽ ഏർപ്പെട്ടിരിക്കണം. രണ്ടാമത്തെ ജോലി അത് ഒരു ട്രെയിൻഡ് സ്പെഷ്യലിസ്റ്റ് കൈകാര്യം ചെയ്യണം. അതും അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് ആ ജോലി ചെയ്യണം. അയാളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ജോലി മാത്രം ചെയ്താൽ മതി. അപ്പോൾ ആ ജോലിയിൽ ആ വ്യക്തി ആരായിത്തീരുന്നു? സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ വിദഗ്ധനായിത്തീരുന്നു. അയാള് വിദഗ്ധനായ ആള് ആയിത്തീരുകയാണ്, ആ ജോലിയിൽ വിദഗ്ധനായി തീരുന്നു. അതാണ് പറയുന്നത് ഡിവിഷൻ ഓഫ് വർക്ക് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ. സ്പെഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ വൈദഗ്ധ്യവൽക്കരണം എന്നാണ്. വൈദഗ്ധ്യവൽക്കരണം. അപ്പോൾ ഡിവിഷൻ ഓഫ് വർക്ക് എന്തിനിടയാക്കുന്നു? സ്പെഷ്യലൈസേഷന് ഇടയാക്കുന്നു. അതിൽ അയാൾ വിദഗ്ധനായി തീരുകയാണ്. അതുപോലെ തന്നെ it also leads to effective and efficient output. അത് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ഔട്ട്പുട്ടിലേക്ക് നയിക്കും എന്ന് പറയാം. എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ഔട്ട്പുട്ട് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വർക്ക് കംപ്ലീറ്റ് ചെയ്യലും എന്തായാലും വർക്ക് പൂർത്തീകരണം നടക്കും. പക്ഷെ ചെലവ് കുറച്ച് പൂർത്തീകരിക്കുക. ഇത് രണ്ടും, വർക്കിന്റെ പൂർത്തീകരണവും നടക്കുന്നു, അതുപോലെ തന്നെ ചെലവ് കുറച്ചുള്ള മാനേജ്മെന്റിന് ചെലവ് കൂടുതൽ ഉണ്ടാകുന്നില്ല, ചെലവ് കുറച്ചുള്ള പൂർത്തീകരണം നടക്കുന്നു. ഇതിനെയാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോഴ് എന്തൊക്കെ കാര്യങ്ങൾ പറയാം? എ കോംപ്ലക്സ് വർക്ക് ഈസ് ഡിവൈഡഡ് ഇൻടു സെവറൽ സ്മാൾ ടാസ്ക്സ്. ഈച്ച് ടാസ്ക് ഈസ് പെർഫോംഡ് ബൈ എ ട്രെയിൻഡ് സ്പെഷ്യലിസ്റ്റ്. Thus, division of work leads to specialization. It also leads to efficient and effective output. കടുപ്പപ്പെട്ട ഒരു ജോലി പല പല ഡിവിഷൻസ് ആക്കി എന്നിട്ട് അത് ഒരു ട്രെയിൻഡ് സ്പെഷ്യലിസ്റ്റ് ചെയ്യണം. അപ്പോഴ് അത് വൈദഗ്ധ്യവൽക്കരണത്തിന് ഇടയാക്കുന്നു. ഇതിനു പുറമെ ഉള്ള ഗുണം എന്താണ്? അത് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് ഔട്ട്പുട്ടിന് ഇടയാക്കുന്നു. ചിലവ് കുറച്ച് ജോലി പൂർത്തീകരണത്തിന് അത് ഇടയാക്കുന്നു. ചിലവ് കുറച്ചുള്ള ജോലി അല്ല, ചിലവ് കൂട്ടി, മാനേജ്മെന്റിന് ചിലവ് കൂടുതലായി ജോലി പൂർത്തീകരിക്കില്ല, ചിലവ് കുറച്ചുള്ള, അതാണ് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ഔട്ട്പുട്ട് എന്ന് ഉദ്ദേശിച്ചത്. എഫക്റ്റീവ് എന്ന വാക്കും എഫിഷ്യന്റ് എന്ന വാക്കും ഓർക്കുക. ഇനി ഈ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൾസോ പോസിബിൾ ഇൻ ടെക്നിക്കൽ വർക്ക്. This division of work is possible. This principle can be applied both in technical work and managerial work. മാനേജീരിയൽ വർക്കിലും അതുപോലെ ടെക്നിക്കൽ ജോബിലും രണ്ടിലും ഈ ഡിവിഷൻ ഓഫ് വർക്ക് അപ്ലൈ ചെയ്യാം. ടെക്നിക്കൽ വർക്ക് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഒരു സൈക്കിൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുന്നത് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോഴും മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പലവര് ഒരുപാട് സൈക്കിൾ കടയൊക്കെ ഉണ്ട്. അപ്പോഴും പലവര് തെക്കുംപാറ റോഡിലോട്ട് തിരിയുന്ന ഭാഗത്ത് ഒരു സൈക്കിൾ കട ഉണ്ടായിരുന്നു. അപ്പോൾ ആ സൈക്കിൾ കടയിൽ ആള് എനിക്കറിയാവുന്ന ഒരാളായിരുന്നു. അദ്ദേഹമായിട്ട് ഞാൻ കൊല്ലത്ത് പോയി BSA സൈക്കിൾ, ആദ്യമായിട്ട് BSA സൈക്കിൾ ഞാൻ വാങ്ങിച്ചു. കൊല്ലത്ത് പോയാണ് വാങ്ങിച്ചത്. ഇപ്പോഴ് ഈ ബുള്ളറ്റിൻ്റെ ഒക്കെ പുറകെ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, ഉണ്ണുണ്ണി ആൻഡ് സൺസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഉണ്ണുണ്ണി ആൻഡ് സൺസ്. ഈ ഞാൻ സൈക്കിൾ വാങ്ങിച്ചത് കൊല്ലത്ത് ഉണ്ണുണ്ണി, ഇപ്പോഴൊക്കെ ബുള്ളറ്റിന്റെ വിൽപ്പനയിലേക്ക് ഏർപ്പെട്ടിരിക്കണം, അന്ന് സൈക്കിൾ വിൽപ്പനയിൽ ഏർപ്പെട്ടിരിക്കുന്നു. അവിടെ നിന്നാണ് ആ സൈക്കിൾ വാങ്ങിയത്. സൈക്കിൾ വാങ്ങിയിട്ട് ട്രെയിനിൽ അവർ ഈ പാർട്സ് എല്ലാം കൂടെ
അതായത് മഡ് ഗാർഡ്, ഹാൻഡില്, ബെല്ല് ഇതെല്ലാം കൂടെ ഒരു ചാക്കിനകത്ത് കെട്ടി ഇനി തരികയാണ്. നമ്മൾ അത് ഇവിടെ ഈ കടയിൽ നിന്ന് ഉള്ള ആളല്ലേ എൻ്റെ കൂടെ വന്നത്. അവിടെ കടയിൽ കൊണ്ടുചെന്നപ്പോഴും പറഞ്ഞു, നാളെ രാവിലെ തൊട്ട് ഞങ്ങൾ സൈക്കിൾ ഫിറ്റ് ചെയ്ത് തുടങ്ങും, സൈക്കിളിൻ്റെ ആ പാർട്സ് എല്ലാം ഫിറ്റ് ചെയ്ത് കൊടുക്കും. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 6 മണി, വൈകിട്ട് 6 മണിയാകുമ്പോൾ വരാൻ പറഞ്ഞു. അപ്പോഴത് ഫിറ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അവിടെ അത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴാ ഫിറ്റിംഗ് ചാർജ് നമ്മൾ കൊടുക്കണം. മറ്റേ പാർട്സിന്റെ ചാർജ് കൊല്ലത്ത് കൊടുത്തു. ഇവരെ ജോലി എന്ന് പറഞ്ഞാൽ അതെല്ലാം ഫിറ്റ് ചെയ്യുക, അസംബിൾ ചെയ്യുക, അങ്ങനെ ഫിറ്റ് ചെയ്യുന്ന ജോലി. അപ്പോഴേ നമുക്ക് ഇത് ടെക്നിക്കൽ വർക്കാണ്. ഞാൻ പറയുന്നത് എന്താണ്, ഇപ്പൊ മഡ് ഗാർഡ്, ഹാൻഡില്, ബെല്ല്, ചെയിൻ കവർ, പെഡൽ, ടയർ, ട്യൂബ് ഇതെല്ലാം ഫിറ്റ് ചെയ്ത് എൻ്റെ കയ്യിൽ തന്നു. അപ്പോഴേ ഒരാൾ രാവിലെ 9 മണി തൊട്ട് ആ ജോലി ചെയ്ത് തുടങ്ങി. അന്ന് ആ മെക്കാനിക്ക്, എനിക്കറിയാവുന്ന ഒരു മെക്കാനിക്കാണ്. രാവിലെ തൊട്ട് ജോലി ചെയ്തു തുടങ്ങി. 6 മണിയായപ്പോൾ സൈക്കിൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ ഈ ജോലി തന്നെ എന്ത് ചെയ്യുന്നു, പലതായിട്ട് ഡിവൈഡ് ചെയ്യണം. പലതായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് പറഞ്ഞാല് ഈ സൈക്കിളിന്റെ മെഷീൻ എന്ന് പറഞ്ഞ ത്രികോണാകൃതി, അവിടെ അതിൽ മെഷീൻ ഒന്നും ഇല്ല യഥാർത്ഥത്തില്. ആ മെഷീൻ എന്ന് പറയുന്ന ഭാഗത്തേക്ക് സൈക്കിളിന്റെ 2 ടയറും ട്യൂബും അതുപോലെ റിമും ഫിറ്റ് ചെയ്യുന്ന ജോലി ഒരു ഗ്രൂപ്പ് ഒരാൾ ചെയ്യുന്നെന്ന് വിചാരിച്ചു. ഇനി ഹാൻഡിൽ ഫിറ്റ് ചെയ്യുന്ന ജോലി, അതുപോലെ ചെയിൻ കവറൊക്കെ ഫിറ്റ് ചെയ്യുന്ന ജോലി, പെഡൽ ഫിറ്റ് ചെയ്യുന്ന ജോലി, മഡ് ഗാർഡ് ഫിറ്റ് ചെയ്യുന്ന ജോലി, ഇത് വേറൊരാൾ ചെയ്യുമെന്ന് വിചാരിച്ചു. ഇനി 3ാമതൊരാൾ ഉണ്ടെന്ന് വിചാരിക്കും. അയാളുടെ ജോലി എന്ന് പറഞ്ഞത് എന്താണ്, സൈക്കിളിന്റെ സ്റ്റാൻഡൊക്കെ ഫിറ്റ് ചെയ്ത് ബ്രേക്കൊക്കെ ശരിയാക്കി സീറ്റ് കവറൊക്കെ ഇട്ട് ആവശ്യമുള്ള മോഡിഫിക്കേഷൻ ഇത്തിരി ഭംഗി ആക്കാൻ വേണ്ടി ചില ഹാൻഡില് ചില കവറൊക്കെ കൊടുത്തു. ആ ജോലിയെല്ലാം ചെയ്യുന്നത് 3ാമത്തെ ആള്. അപ്പോൾ ഈ 3 പേര് ഈ സൈക്കിൾ ഫിറ്റ് ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടാൽ നമുക്കറിയാം 3 പേരും വ്യത്യസ്ത ജോലികളാണ് ചെയ്യുന്നത്. ഒരു സൈക്കിൾ ഫിറ്റ് ചെയ്യുന്ന ജോലി 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് 3 ആളുകളെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വ്യത്യസ്ത ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 9 മണി തൊട്ട് 6 മണി വരെ ജോലി ചെയ്യണവര്. 6 മണി വരെ ജോലി ചെയ്താൽ ഒരു ദിവസം 3 പേരല്ലേ ഉള്ളത്. നേരത്തെ ഞാൻ ഒരാളുടെ കാര്യം പറഞ്ഞാൽ അയാൾക്ക് ഒരു സൈക്കിളെ ഫിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇങ്ങനെ തൊഴില് 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം 6 സൈക്കിൾ ഫിറ്റ് ചെയ്യാം. പറയുന്നത് മനസ്സിലായോ? അപ്പോൾ തൊഴിൽ വിഭജനം കൊണ്ടുള്ള ഒരു നേട്ടമാണ് ഈ പറയുന്നത്. തൊഴിൽ ഇങ്ങനെ വിഭജിച്ച് കൊടുക്കുമ്പോൾ സ്പീഡ് കൂടും, ജോലി ചെയ്യുന്നതിനുള്ള സ്പീഡ് കൂടും. അതുപോലെ അവര് ഓരോരുത്തരും ചെയ്യുന്ന ജോലിയിൽ അവര് വിദഗ്ധരായി തീരുകയും ചെയ്യും. കുറെ കൂടെ കാര്യക്ഷമമായിട്ട് ആ ജോലി ചെയ്യാനും കഴിയും. ഇതാണ് ഏതെന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് വർക്ക്. അത് ടെക്നിക്കൽ ജോബിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോഴ് മാനേജ്മെന്റിന്റെ കാര്യം, ഇപ്പോഴ് ന്യൂക്ലിയസിന്റെ മാനേജ്മെന്റിന്റെ കാര്യം, ഇപ്പോഴ് കോമേഴ്സ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നതിന്, +1 ക്ലാസ് കൈകാര്യം ചെയ്യുന്നതിന് ഒരു വ്യക്തിയെ ഏൽപ്പിച്ചു, അതിന്റെ മാനേജ്മെന്റ്. +2 ക്ലാസ് കോമേഴ്സിന്റെ ക്ലാസ് കൈകാര്യം ചെയ്യുന്നതിന് വേറൊരു വ്യക്തിയെ ഏൽപ്പിച്ചു. സയൻസ് ക്ലാസ് കൈകാര്യം ചെയ്യുന്നതിന് മറ്റൊരു വ്യക്തിയെ ഏൽപ്പിച്ചു. അപ്പോൾ നമുക്ക് ഒരു കോംപ്ലക്സ് വർക്കാണ് ഇത് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് പലതായിട്ട് ഡിവൈഡ് ചെയ്ത് പലരെ ഏൽപ്പിച്ചിരിക്കണം. അങ്ങനെ പലതായിട്ട് ഡിവൈഡ് ചെയ്ത് പലരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ആൾസോ ഇൻക്രീസസ് എഫിഷ്യൻസി എന്ന് പറയാം, കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു പറയാം. അപ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന ജോലിയും ഇതുപോലെ പലതായിട്ട് ഡിവൈഡ് ചെയ്ത് പലരെ ഏൽപ്പിക്കാം. അപ്പോൾ ഓരോരുത്തർ ചെയ്യുന്ന ജോലിയിൽ അവർ സ്പെഷ്യലിസ്റ്റുമാരായി തീരും, വിദഗ്ധരായി തീരും. അതുകൊണ്ടാണ് ഡിവിഷൻ ഓഫ് വർക്ക് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ എന്ന് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ദിസ് പ്രിൻസിപ്പിൾ ഈസ് ആപ്ലിക്കബിൾ ബോത്ത് ടു ടെക്നിക്കൽ വർക്ക് ആൻഡ് മാനേജീരിയൽ വർക്ക്. മനസ്സിലായോ? ടെക്നിക്കൽ വർക്കിലും അത് ബാധകമാണ്, മാനേജീരിയൽ വർക്കിലും ബാധകമാണ്. നെക്സ്റ്റ് we can go to authority and responsibility. What is authority? What is responsibility? Authority എന്ന് പറയുമ്പോൾ അധികാരം എന്ന് പറയാം. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? കടമ എന്ന് പറയാം. കടമ, ഉത്തരവാദിത്വം എന്ന് പറയാം. അതോറിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതോറിറ്റി എന്ന് പറഞ്ഞാൽ the right to give orders to subordinates. The right to give orders to subordinates is called authority. അതോറിറ്റി എന്ന് പറഞ്ഞാൽ
എന്തിനുള്ള അവകാശം? റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ് ടു സബോർഡിനേറ്റ്സ്. കീഴുദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥന് കൊടുക്കാൻ അധികാരം, ഏതെങ്കിലും ഓർഡർ കൊടുക്കാനുള്ള അധികാരം മേലുദ്യോഗസ്ഥന് കൊടുത്തിരിക്കുന്നു. ഞാനിപ്പോൾ ഒരു സ്ഥാപനത്തിൽ മേലുദ്യോഗസ്ഥനാണെങ്കിൽ എനിക്ക് അതോറിറ്റി ഉണ്ട്. അപ്പോൾ അതോറിറ്റി എന്ന് പറയാൻ അറിയാലോ, അതോറിറ്റി റെഫേഴ്സ് ടു ദി റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ് ടു ദി സബോർഡിനേറ്റ്സ് എന്ന് പറയാം. ദി റൈറ്റ് ഓഫ് സുപ്പീരിയർ ടു ഗീവ് ഓർഡേഴ്സ് ടു സബോർഡിനേറ്റ്സ്. ഞാനിപ്പോഴും മേലുദ്യോഗസ്ഥൻ, എൻ്റെ കീഴുദ്യോഗസ്ഥരാണ്. അപ്പോൾ ആ കീഴുദ്യോഗസ്ഥർക്ക് ഓർഡർ കൊടുക്കാനുള്ള അവകാശം, അതാണ് അതോറിറ്റി. മനസ്സിലായോ? ഇനി റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ദി ഒബ്ലിഗേഷൻ ടു പെർഫോം ദി ടാസ്ക് ആസ് ഡയറക്റ്റഡ് ബൈ ദി സുപ്പീരിയർ. Superior gives an order to the subordinate to perform a task. Then the subordinate has a responsibility. What is the responsibility of the subordinate? The subordinate has to do that work according to the directions of the superior. Superior നിർദ്ദേശിച്ചതനുസരിച്ച് സബോർഡിനേറ്റ് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ആ ജോലി ചെയ്യണം, ആ ജോലി ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനെയാണ് എന്താണ് ഉദ്ദേശിക്കുന്നത്? റെസ്പോൺസിബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ മാനേജ്മെന്റിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഓർഡർ കൊടുക്കുന്നു, അതായത് സ്ഥാപനം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഓർഡർ തരുന്നു, കീഴ് ഉദ്യോഗസ്ഥൻ അതനുസരിക്കണം. മനസ്സിലായില്ലേ? എന്നാലേ ഏത് സ്ഥാപനമായാലും എന്ത് ചെയ്യാൻ പറ്റൂ? മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റൂ. ഏത് ഒരു സിനിമയിലുണ്ട് ഇതുപോലെ, കൊച്ചിൻ ഹനീഫ ആർക്ക് ഓർഡർ കൊടുക്കുന്നു? സലീം കുമാറിന് ഓർഡർ കൊടുക്കുന്നു. സലീം കുമാർ പറയുന്ന ആ ജോലിയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, സൗണ്ട് എഞ്ചിനീയർക്ക് ചില ജോലികൾ ചെയ്യാൻ എന്നുണ്ട്, അതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൊച്ചിൻ ഹനീഫ ഓർഡർ കൊടുക്കുന്നു, അല്ലേ? സബോർഡിനേറ്റ് ആരാണ്? സലീം കുമാറാണ്. സലീം കുമാർ അതനുസരിച്ചേ പറ്റും. ഇവിടെ ആ സിനിമയിൽ, ഏത് സിനിമയെന്ന് ഞാൻ ഓർക്കുന്നില്ല, ആ സിനിമയിൽ സലീം കുമാർ അത് കേൾക്കുന്നില്ല. കൊച്ചിൻ ഹനീഫ പറയുന്നത് ആരും കേൾക്കുന്നില്ല, സലീം കുമാർ കേൾക്കുന്നില്ല. അങ്ങനെ ആകുമ്പോൾ ആ സ്ഥാപനം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അവസാനം അതിൽ കൊച്ചിൻ ഹനീഫ കാരണം കുറ്റി നോക്കി സലീം കുമാറിന് ഒരു അടി കൊടുക്കുന്നത് അങ്ങനെ കാണും. അപ്പോഴേ സലീം കുമാർ പറയുന്നതാണ്, എന്നെ ഒന്ന് പേടിപ്പിച്ചു വിട്ടാൽ മതി, ഞാൻ നന്നായിക്കോളും എന്ന് പറഞ്ഞ് വരുന്നതാണ്. അപ്പോഴവിടെയും എന്തുണ്ട്? അതോറിറ്റി ഉണ്ട്, അതുപോലെ റെസ്പോൺസിബിലിറ്റിയും വരികയാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ടെസ്റ്റ് പേപ്പർ എഴുതണം എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ക്ലാസ് മാനേജ് ചെയ്യുമ്പോഴും ക്ലാസ് നടത്തിക്കൊണ്ട് പോകുമ്പോഴും ടെസ്റ്റ് പേപ്പർ എഴുതാൻ ഓർഡർ തരാൻ എനിക്ക് അവകാശമുണ്ട്. പക്ഷെ ഞാൻ ഓർഡർ തന്നു നിങ്ങൾ അനുസരിക്കുന്നവരാണെന്ന് വിചാരിക്കും, ശരിയാവോ? പ്രാവർത്തിയാവോ? ആവത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും സുപ്പീരിയർ പറയുന്നത് ആര് കേൾക്കണം? സബോർഡിനേറ്റ് കേൾക്കണം. അതുകൊണ്ട് നമുക്ക് പറയാം, there should be a balance between അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തങ്ങളിൽ ഒരു ബാലൻസ് ഉണ്ടാകണം, എങ്കിലേ മാനേജ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. ക്ലിയർ ആയാലും? ഓക്കെ. ഇനി അടുത്ത പ്രിൻസിപ്പിൾ നോക്കുക, ഡിസിപ്ലിൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസിപ്ലിൻ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അച്ചടക്കം എന്നാണ്. അച്ചടക്കം, ഡിസിപ്ലിൻ. ഇപ്പോഴേ ഡിസിപ്ലിനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, obedience to act in accordance with the rules and the regulations of the organization. Every organization has its own rules and regulations. All employees should obey all these rules and regulations. Similarly, all managers should obey all these rules and regulations. That is called obedience. അതാണ് അനുസരണ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിസിപ്ലിൻ അല്ലെങ്കിൽ അച്ചടക്കം എന്ന് പറഞ്ഞാൽ ഒബീഡിയൻസ് എന്നാണ്, അനുസരണ എന്നാണ്. അനുസരണ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദി എന്റർപ്രൈസ്. ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദി എന്റർപ്രൈസ്. എന്റർപ്രൈസിന്റെ റൂൾസും റെഗുലേഷൻസും അനുസരിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒബീഡിയൻസ്, ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദി എന്റർപ്രൈസ്. There are so many rules and regulations of the enterprise. Every employee should obey all these rules and regulations. In addition to this, every manager has to obey all these rules and regulations.
This obedience is essential for running a business enterprise. ഒരു ബിസിനസ് എന്റർപ്രൈസ് നടത്തിക്കൊണ്ട് പോകുന്നതിന് തീർച്ചയായിട്ടും ഡിസിപ്ലിൻ ആവശ്യമാണ്. ഡിസിപ്ലിൻ എന്ന് ഉദ്ദേശിക്കുന്നതാണ് റൂൾസും റെഗുലേഷൻസും ഉണ്ട്. ആ റൂൾസും റെഗുലേഷൻസും ആരനുസരിക്കണം? എംപ്ലോയീസ് അനുസരിക്കണം. അതേപോലെ എംപ്ലോയീസ് മാത്രമല്ല, it is required not only on the part of employees but on the part of a management. രണ്ടുപേരുടെ ഭാഗത്തും വേണം. മാനേജ്മെന്റിനും ആ റൂൾസും റെഗുലേഷൻസും ബാധകമാണ്, അതുപോലെ എംപ്ലോയീസിനും ആ റൂൾസ് റെഗുലേഷൻസും ബാധകമാണ്. മാനേജ്മെന്റും അനുസരിക്കണം, അതുപോലെ എംപ്ലോയീസ് അനുസരിക്കണം. ഇപ്പൊ തന്നെ ക്ലാസ്സിന്റെ ഏരിയ നമുക്ക് നോക്കാം. നിങ്ങളോട് പറയുന്നു കൃത്യം രാവിലെ 7:10 മാക്സ് 7:05 വരണം, അല്ലെങ്കിൽ 7:10 ക്ലാസ്സിൽ വരണം എന്ന് പറയുന്നു. മനസ്സിലായല്ലോ? നിങ്ങൾ 7:10 ക്ലാസ്സിലെത്തി. പക്ഷേ അധ്യാപകൻ വന്നത് 7:15 അല്ലെങ്കിൽ 7:20. അപ്പോഴേണ്ട അവിടെ ഡിസിപ്ലിൻ ആരുടെ ഭാഗത്തില്ല? അധ്യാപകന്റെ ഭാഗത്ത് ഇല്ല. അതേപോലെ നേരെ തിരിച്ചും വരാം. അധ്യാപകൻ കൃത്യസമയത്ത് 7:05 ക്ലാസ്, അദ്ദേഹം 7 മണിക്ക് എത്തി. പക്ഷെ കുട്ടികൾ വരുന്നത് ചിലർ 7:10 എത്തും, ചിലർ 7:15 എത്തും, ചിലർ 7:20 എത്തും. അപ്പോഴേ ഡിസിപ്ലിൻ ആരുടെ ഭാഗത്തില്ല? കുട്ടികളുടെ ഭാഗത്ത് ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോഴേ ക്ലാസിന്റെ മാനേജ്മെന്റിനെ അത് ബാധിക്കില്ലേ? അതാണ് അയാൾ പറയുന്നത്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിക്വയർഡ് നോട്ട് ഓൺലി ഓൺ ദി പാർട്ട് ഓഫ് എംപ്ലോയീസ് ബട്ട് ആൾസോ ഓൺ ദി പാർട്ട് ഓഫ് മാനേജ്മെന്റ്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ഭാഗത്ത് വേണം. മാനേജ്മെന്റിന്റെ ഭാഗത്തും വേണം, അതുപോലെ എംപ്ലോയീസിന്റെ ഭാഗത്തും എന്താവശ്യമുണ്ട്? ഡിസിപ്ലിൻ ആവശ്യമുണ്ട്. ഇതാണ് ഇവിടെ ഈ പ്രിൻസിപ്പിളില് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത നമുക്ക് യൂണിറ്റി ഓഫ് കമാൻഡ് എന്നാണ്. എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ്? യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അറിയാലോ? യൂണിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റി പറയേ. യൂണിറ്റി എന്ന് പറയാൻ ഐക്യം എന്നാണ്, അല്ലേ? യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ കമാൻഡർ ഇൻ ചീഫ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഈ ആർമിയിലൊക്കെ കമാൻഡർ ഇൻ ചീഫ് ഉണ്ട്. കമാൻഡർ ഇൻ ചീഫ് ഒരു വലിയ ഉദ്യോഗസ്ഥനാണ്. കമാൻഡർ ഇൻ ചീഫ് ആണ് സാധാരണ രീതിയിൽ പട്ടാളക്കാർക്ക് ഓർഡർ ഒക്കെ കൊടുക്കുന്നത്. സേനയെ ആക്രമിക്കണം, ഇന്ന സ്ഥലത്ത് നിങ്ങൾ ഒളിച്ചിരിക്കണം, ഇന്ന ഭാഗത്ത് ഒളിച്ചിരിക്കണം, അവിടെ നിന്ന് ഇങ്ങോട്ട് ആക്രമണം വരുമ്പോൾ തിരിച്ച് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, ഫയറിംഗ് നടത്താം, ഇങ്ങനെയൊക്കെ ഫയറിംഗ് നടത്തണം ഓർഡറാണ് അദ്ദേഹം കൊടുക്കുന്നത്. അപ്പോഴ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ആജ്ഞ എന്നാണ്. ആജ്ഞ ഓർഡർ എന്നാണ്. അപ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആജ്ഞ ഐക്യം എന്നാണ്. ആജ്ഞ ഐക്യം. അപ്പോൾ ആജ്ഞ ഐക്യം എന്ന് പറയുന്നത് എന്താണ്? An employee should receive an order from one superior only. If he receives orders from two superiors, it may lead to conflict and confusion. Unity of command. Unity of command. What is unity of command? An employee should receive an order from one superior only. If he receives orders from two superiors at the same time, it leads to confusion. Similarly, it also leads to conflict. It may also lead to duplication of work and so on. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അതായത് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് ആജ്ഞായിക്കാം. ഒരു എംപ്ലോയിക്ക് ഓർഡർ ആരുടെ കയ്യിൽ നിന്നേ ലഭിക്കാവൂ? ഒരു സുപ്പീരിയറിന്റെ കയ്യിൽ നിന്നേ ലഭിക്കാവൂ, ഒരു മേലുദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്നേ ലഭിക്കാവൂ. ഒരു എംപ്ലോയിക്ക് ഓർഡർ ഒന്നിൽ കൂടുതൽ മേലുദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ അത് എന്തിന് ഇടയാക്കും? കൺഫ്യൂഷന് ഇടയാക്കും, ആശയക്കുഴപ്പം ഉണ്ടാക്കും, കോൺഫ്ലിക്റ്റിന് ഇടയാക്കും, തർക്കങ്ങൾക്ക് ഇടയാക്കും. മനസ്സിലായില്ലേ? ഇപ്പോഴ് നിങ്ങളോട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, FW ടൈലറിന്റെ പ്രിൻസിപ്പിൾസ് അടുത്ത ക്ലാസ്സിൽ എഴുതണം എന്ന് പറഞ്ഞു. വേറൊരു അധ്യാപകൻ വന്ന് നിങ്ങളോട് പറയുന്നു FW ടൈലറിന്റെ പ്രിൻസിപ്പിൾസ് എഴുതണ്ട, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതിയാൽ മതി എന്ന് വേറെ അധ്യാപകൻ പറയുന്നു. അപ്പോഴും നമുക്ക് രണ്ടുപേര് രണ്ട് തരത്തിലുള്ള ഓർഡർ. നിങ്ങൾക്ക് രണ്ടുപേരും എന്താണ് വേണ്ടപ്പെട്ടവരാണ്, രണ്ടുപേർക്കും നിങ്ങൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. അപ്പോൾ ആര് പറയുന്നത് അനുസരിക്കണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നില്ലേ? അതുപോലെ തന്നെ ഈ
ആളുകൾ തങ്ങളിൽ, ഈ അധ്യാപകർ തമ്മിലും വഴക്കുണ്ടാവും. ഞാനിപ്പോഴേ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എഴുതാൻ പറയുന്നു, വേറെ അധ്യാപകൻ പറയുന്നതാണ് മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതണം, അതിന്റെ ടെസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോഴും നിർഭാഗ്യവശാൽ ആ അധ്യാപകൻ ക്ലാസ്സിന്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ ഞാൻ അയാളെ എങ്ങനെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറയുന്നത്, ഞാൻ ഇവിടെ പ്രിൻസിപ്പിൾസ് അല്ലേ പറയുന്നത്. അപ്പോഴും അദ്ദേഹം പറയുന്നു, എനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെ രണ്ടു കൂട്ടരും തങ്ങളിൽ എന്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട്? സംഘടനം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഇത് ക്ലാസിന്റെ മാനേജ്മെന്റിനെ ബാധിക്കില്ലേ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, യൂണിറ്റി ഓഫ് കമാൻഡ്. ഒരു എംപ്ലോയിക്ക് ഓർഡർ ആരുടെ കയ്യിൽ നിന്നേ ലഭിക്കാവൂ? ഒരു സുപ്പീരിയറിന്റെ കയ്യിൽ നിന്നേ ലഭിക്കാവൂ. ഒന്നിൽ കൂടുതൽ സുപ്പീരിയേഴ്സിന്റെ കയ്യിൽ നിന്ന് ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ അത് കൺഫ്യൂഷന്, ആശയക്കുഴപ്പത്തിന് ഇടയാക്കും. അതുപോലെ കോൺഫ്ലിക്റ്റ്, തർക്കങ്ങൾക്ക് ഇടയാക്കും. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്കിനും ഇടയാക്കും. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഇരട്ടിക്കൽ എന്ന് പറയാം. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് എന്ന് പറയാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ജോലി ഇരട്ടിക്കൽ. ഡ്യൂപ്ലിക്കേഷൻ, ഡ്യൂപ്ലിക്കേഷൻ, DUPLICATION, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്. ജോലി ഇരട്ടിക്കൽ എന്ന് പറയാം. ജോലി ഇരട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഓർഡർ രണ്ടുപേര് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചെയ്ത ജോലി വീണ്ടും ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ സാധാരണ ഇതില് ഈ മരണ വീട്ടിലൊക്കെ, എന്റെ വീട്ടിലും അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഒരു വ്യക്തി മരിച്ചുപോയി എന്ന് വിചാരിക്കാം. മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ കുളിയെഴുത്ത് ഒരാൾ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചു വെച്ചെന്ന് വിചാരിക്കുക. ഒരു അടുത്ത ദിവസം വേറൊരാൾ അതേ കുളിയെഴുത്ത് കൊണ്ടുവരികയാണ്. കാരണം എന്താണത്? ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒന്നിൽ കൂടുതൽ പേര് ഓർഡർ കൊടുക്കുന്നത് കൊണ്ടാണ്, ആജ്ഞ കൊടുക്കുന്നതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോഴേ അവിടെ വർക്ക് ഇരട്ടിക്കുന്നുണ്ട, ജോലി ഇരട്ടിക്കൽ. ജോലി ഇരട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യത്താണ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയാലോ? യൂണിറ്റി ഓഫ് കമാൻഡ്, ആജ്ഞ ഐക്യം. മനസ്സിലായി? ഇനി യൂണിറ്റി ഓഫ് ഡിറക്ഷൻ. ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ നിർദ്ദേശം കൊടുക്കുന്നതിനുള്ള ഐക്യം, സംവിധാന അല്ലെങ്കിൽ നിർദ്ദേശ ഐക്യം എന്ന് പറയാം. യൂണിറ്റി ഓഫ് ഡിറക്ഷൻ എന്ന് പറയുന്നത് നിർദ്ദേശ സംബന്ധമായ ഐക്യം, യൂണിറ്റി ഓഫ് ഡിറക്ഷൻ. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് നോട്ടായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. യൂണിറ്റി ഓഫ് കമാൻഡ് ചോദിക്കാറുണ്ട്, യൂണിറ്റി ഓഫ് ഡിറക്ഷനും ചോദിക്കാറുണ്ട്. എന്താണ് യൂണിറ്റി ഓഫ് ഡിറക്ഷൻ എന്ന് പറയാം? There should be one head and one plan for a group of activities having the same objective. There should be one head and one plan for a group of activities having the same objective. ഒരു ലക്ഷ്യമുള്ള ഒരു ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ കാണും. ഒരു ലക്ഷ്യമാണ്, പക്ഷെ ആ ലക്ഷ്യം സഫലീകരിക്കണമെങ്കിൽ ഒരു കൂട്ടം ജോലികളുണ്ട് എന്ന് വിചാരിച്ചു. ഒരു ജോലിയല്ല, ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യം സഫലീകരിക്കണമെങ്കിൽ, പൂർത്തിയാക്കണമെങ്കിൽ 5 ജോലികളുണ്ട് എന്ന് വിചാരിച്ചു. 5 ജോലികൾ ഉണ്ട്. അതിന് ഒരു ഹെഡും ഒരു പ്ലാനുമേ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഒരു ഹെഡും ഒരു പ്ലാനുമേ പാടുള്ളൂ. ഒരു ഹെഡ് എന്ന് പറയാൻ എന്താണ്? ഹെഡ് മേധാവി, തലവൻ. ഒരു പ്ലാനേ പാടുള്ളൂ. ഇപ്പൊ തന്നെ കോളേജിലൊക്കെ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മലയാളം ഉണ്ട്. അപ്പോഴ് നിങ്ങൾ ഇനി കോളേജിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അടുത്ത വർഷം ഫസ്റ്റ് ബി കോളേജിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോമേഴ്സ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോമേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് ഒരു ഹെഡ് കാണും. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി കാണും. ആ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് ആര് പ്രവർത്തിക്കുന്നത്? ലെക്ചറേഴ്സ് എല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ക്ലാസ്സിൽ ഏതെങ്കിലും സബ്ജക്റ്റ് പിറകിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ, കുട്ടികൾക്ക് സംശയം കൂടുതലായിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആരുമായിട്ട് ഡിസ്കസ് ചെയ്യും? ലെക്ചറേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് അത് പരിഹരിക്കുന്നതിന് നോക്കും. മനസ്സിലായോ? അപ്പോഴ് ഇതാണ് എന്താണ് ഉദ്ദേശിക്കുന്നത്? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് നമുക്ക് പറയാം, എ കമ്പനി മേ പ്രൊഡ്യൂസ് ബോത്ത് ബൈക്സ് ആൻഡ് കാർസ് എന്ന് വിചാരിച്ചു. പ്രൊഡക്ഷൻ ഓഫ് ബൈക്സ് ആൻഡ് കാർസ് ഷുഡ് ഹാവ്
സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയാം. അതായത് രണ്ട് തരത്തിലുള്ള സാധനങ്ങൾ, രണ്ട് തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നു വിചാരിക്കും. ഒരു കമ്പനി ബൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ കാറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ബൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ബൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷെ ബൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഒരു പ്രവൃത്തിയല്ല, ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്. ലക്ഷ്യം എന്താണ്? ബൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുക, ഒരു ലക്ഷ്യമുണ്ട്, അതിന് ഒരു ഹെഡ്. പറയാൻ മനസ്സിലായോ? ഇനി കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അവരെ കാറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കാർ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും ഒരു ഗ്രൂപ്പ് പ്രവർത്തനങ്ങളില്ലേ, ഒരു ഗ്രൂപ്പ് പ്രവർത്തനങ്ങളുണ്ട്. ആ ഒരു ഗ്രൂപ്പ് പ്രവർത്തനത്തിന് ഒരു ഹെഡ് മാത്രമേ പാടുള്ളൂ. ക്ലിയർ ആയോ? അത് യൂണിറ്റി ഓഫ് ഡിറക്ഷൻ. There should be one head and one plan for a group of activities having the same objective. For example, we can say a company may produce both the bikes and cars. Production of bikes and cars should have two separate departments. ഒരു ജോയിന്റ് കമ്പനി കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നു വരാം, ബൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു വരാം. ബൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകണം, കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകണം. അല്ല കാറും ബൈക്കും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഒരു ഹെഡ് അല്ല, അത് സെപ്പറേഷൻ വേണം. ഇതാണ് എന്താണ് ഉദ്ദേശിക്കുന്നത്? യൂണിറ്റി ഓഫ് ഡിറക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 5 പ്രിൻസിപ്പിളാണ് നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത്. ഡിവിഷൻ ഓഫ് വർക്ക്, തൊഴിൽ വിഭജനം, അതുപോലെ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, അധികാരവും കടമയും ഉത്തരവാദിത്വവും, ഡിസിപ്ലിൻ, ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ അച്ചടക്കം, അതുപോലെ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുമ്പോൾ ഐക്യം, ഓർഡർ കൊടുക്കുന്നതിന് ഐക്യം, അതുപോലെ യൂണിറ്റി ഓഫ് ഡിറക്ഷൻ എന്ന് പറയുമ്പോൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് ഐക്യം എന്നാണ്. ഓക്കെ, മനസ്സിലായോ? അത് ഇനി 6ാമത്തെ പ്രിൻസിപ്പിളിലേക്ക് നമ്മൾ പോകണം. 6ാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ സബോർഡിനേഷൻ. സബോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ കീഴടങ്ങൽ എന്നാണ്. സബോർഡിനേഷൻ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കീഴടങ്ങൽ. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്, വ്യക്തി താല്പര്യത്തിന്റെ കീഴടങ്ങൽ. ജനറൽ ഇൻട്രസ്റ്റ്. സബോർഡിനേഷൻ, കീഴടങ്ങൽ, വഴങ്ങൽ എന്നൊക്കെ പറയാം കേട്ടോ. കീഴടങ്ങൽ, SUBORDINATION. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്, വ്യക്തി താല്പര്യം. വ്യക്തി താല്പര്യം കീഴടങ്ങൽ. ഏതിനോട് കീഴടങ്ങൽ? ടു ജനറൽ ഇൻട്രസ്റ്റ്, പൊതു താല്പര്യത്തോട് കീഴടങ്ങൽ. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു എന്റർപ്രൈസ് എന്ന് വിചാരിച്ചു. An organization is superior to individuals. There are so many individuals in an organization. An organization is set up by a group of persons. But that enterprise is superior. That organization is superior to individuals. ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്യുമ്പോഴേ തീർച്ചയായിട്ടും അതിൽ ഒരുപാട് ഇൻഡിവിജ്വൽസ് ഉണ്ട്, വ്യക്തികളുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, വ്യക്തികളുണ്ട്, ഒരുപാട് വ്യക്തികളുണ്ട്. ഒരുപാട് വ്യക്തികൾ ചേർന്ന് കെട്ടിപ്പടുക്കുന്നതാണ് ഏത്? ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഉയർന്നു നിൽക്കുന്നു. ആരെക്കാരും ഉയർന്നു നിൽക്കുന്നു? വ്യക്തി താല്പര്യത്തെക്കാരും ഉയർന്നു നിൽക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. എന്ന് പറയാൻ, ഇപ്പൊ നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യണം, നമ്മളുടെ പറയുന്ന അഭിപ്രായം ആണ് ശരിയെന്ന് വിചാരിച്ചോ. പക്ഷേ ബാക്കി ഒരു 15 പേരുണ്ട്, 16 പേര് ചേർന്ന് ഒരു ഓർഗനൈസേഷൻ നടത്തുകയാണെന്ന് വിചാരിച്ചോ. അങ്ങനെ ഓർഗനൈസേഷൻ നടത്തുമ്പോൾ അവിടെ പ്രധാനമായിട്ട് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? 15 പേരുടെ അഭിപ്രായമായിട്ട് നമുക്ക് യോജിച്ചു പോകാൻ പറ്റുന്നില്ല. 15 പേരുടെ അഭിപ്രായം, അവർ പറയുന്ന അഭിപ്രായമായിട്ട് ഒട്ടും തന്നെ നമുക്ക് യോജിച്ചു പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളുടെ എതിർപ്പ് അവിടെ അറിയുകയാണ്. പക്ഷേ കൂടുതൽ പേരും ഏതിനോ ഭാഗത്താണ്?
നമ്മളുടെ ഭാഗത്തല്ല. അങ്ങനെ വരുമ്പോഴും സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് നമ്മളുടെ താല്പര്യം, അതായത് വ്യക്തി താല്പര്യത്തിന് പ്രാധാന്യമില്ല, പൊതു താല്പര്യത്തിന് വഴിപ്പെടണം എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്നത്. An organization is superior to individuals. The general interest of an organization is important than individual interest. പൊതു താല്പര്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. The general interest of an organization is important than individual interest. ജനറൽ ഇൻട്രസ്റ്റ് ഏതിനേക്കാളും പ്രാധാന്യം അറിയിക്കുന്നു? വ്യക്തി താല്പര്യത്തിനേക്കാളും പ്രാധാന്യം അറിയിക്കുന്നു. പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം പറയാം. അച്ഛൻ, അതുപോലെ അമ്മ, 2 മക്കളും എന്ന് വിചാരിച്ചു. അച്ഛനുണ്ട്, അമ്മയുണ്ട്, 2 മക്കളുണ്ട്. വീടിന്റെ മാനേജ്മെന്റ് പ്രധാനമായിട്ട് ഞാൻ മുമ്പൊരിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ മാനേജർ ആരാണ് എന്ന് ചോദിച്ചാൽ, നിങ്ങളെ വീടിനെ സംബന്ധിച്ച് വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ മാനേജർ എന്ന് പറയുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരുപക്ഷെ കൂടുതലും പറയുന്നത് അച്ഛനാണ് എന്നായിരിക്കും. പക്ഷെ അച്ഛനല്ല, ഹൗസ് വൈഫാണ് ഏറ്റവും വലിയ മാനേജർമാർ. നിങ്ങളുടെ അമ്മയാണ് എന്ത് ചെയ്യുന്നത്? വരവിനനുസരിച്ച് ചിലവൊക്കെ കൺട്രോൾ ചെയ്ത്. ഭൂരിഭാഗം വീടുകളിലും ഹൗസ് വൈഫാണ് ഏറ്റവും വലിയ മാനേജർ എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോഴേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 15 വ്യക്തികളുണ്ട്. അതിൽ 16 പേര് ആണ് മൊത്തം ഉള്ളത്. അതിൽ ഒരാളുടെ അഭിപ്രായത്തിന് അയാൾ പറഞ്ഞ അഭിപ്രായമാണ് യഥാർത്ഥത്തിൽ ശരി. പക്ഷെ 15 പേരും ആ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല എങ്കിൽ ആ ഒരു വ്യക്തി ഭൂരിപക്ഷ അഭിപ്രായത്തിന് വഴിപ്പെടണം, ജനറൽ ഇൻട്രസ്റ്റിന് വഴിപ്പെടണം. എന്നാലേ സ്ഥാപനം മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റൂ. പല പാർട്ടികളിലും ഈ പ്രശ്നമുണ്ട്. മനസ്സിലായില്ലേ? ഒരു കക്ഷി ഭരിക്കുമ്പോഴേ, പല കക്ഷികൾ ചേർന്ന് ഭരിക്കുമ്പോഴേ ചില കക്ഷികളുടെ അഭിപ്രായത്തോട് ഒരു കക്ഷിക്ക് യോജിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ അവർ എതിർപ്പായിട്ട് നിന്നാൽ ഭരണം നടക്കത്തില്ല. അപ്പോൾ ഭൂരിപക്ഷ അഭിപ്രായത്തിന് വഴിപ്പെടണം എന്നുമാണ്. ഞാൻ നേരത്തെ പറയേണ്ടി വന്ന കാര്യം, അച്ഛൻ, അമ്മ, 2 മക്കൾ. അച്ഛന്റെ അഭിപ്രായത്തോട് അമ്മ യോജിക്കുന്നില്ല, 2 മക്കളും യോജിക്കുന്നില്ല. അമ്മയും 2 മക്കളും ഒറ്റക്കെട്ട് അച്ഛന്റെ അഭിപ്രായം വേർതിരിഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ വീടിന്റെ നടത്തിപ്പിന് അച്ഛൻ കർശന നിലപാട് സ്വീകരിക്കുന്നതാണ് നല്ലത്. പറയുന്നത് മനസ്സിലായില്ലേ? ഏതിനോടൊക്കെ യോജിക്കുന്നതാണ് നല്ലത്? ഭൂരിപക്ഷ അഭിപ്രായം, അമ്മയുടെയും 2 മക്കളുടെ അഭിപ്രായത്തോട് അച്ഛനങ്ങ് യോജിക്കുന്നതാണ് നല്ലത്. എങ്കിലേ മാനേജ്മെന്റ്, വീടിന്റെ മാനേജ്മെന്റ് സുഗമമായി പോകത്തുള്ളൂ. ഇതാണ് ഇവിടെ പറയുന്നത്. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. അതായത് വ്യക്തി താല്പര്യം ഏതിന്? പൊതു താല്പര്യത്തിന് കീഴടങ്ങണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആയാലോ? മനസ്സിലായോ? ഇനി അതുപോലെ 7ാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് റെമ്യൂണറേഷൻ ആണ്. റെമ്യൂണറേഷൻ എന്ന് പറയുമ്പോൾ the remuneration given to employees should be fair and reasonable എന്നാണ്. ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിന് there are so many employees in an organization. The management should provide a reasonable rate of remuneration to that employees. എംപ്ലോയീസിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്, പ്രതിഫലം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഫെയർ ആയിരിക്കണം, നല്ലതായിരിക്കണം, ന്യായമായ പ്രതിഫലം വേണം കൊടുക്കാൻ. മനസ്സിലായില്ലേ? എങ്കിലേ സ്ഥാപനം മുമ്പോട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ എംപ്ലോയീസിനിടയിൽ എന്തുണ്ടാകും? ഒരു അഭിപ്രായം ഉണ്ടാകും, മാനേജ്മെന്റ് നമുക്ക് ശരിയായ പ്രതിഫലം തരുന്നില്ല. അപ്പോൾ സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് the remuneration given to employees should be fair and reasonable. It should be within the profit of the enterprise. എന്റർപ്രൈസിന്റെ പ്രോഫിറ്റ് അകത്ത് നിന്നുകൊണ്ട് കൊടുക്കാൻ പറ്റുന്ന പ്രതിഫലം ആര് കൊടുക്കണം? മാനേജ്മെന്റ് എംപ്ലോയീസിന് കൊടുക്കണം. മനസ്സിലായല്ലോ? ഓക്കെ, ക്ലിയർ ആയില്ലേ? ശരി.